ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 sin 2x into cos x divided by 5x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ രണ്ട് ഫംഗ്ഷനായിട്ട് കാണാൻ പറ്റും. ഇതൊരെണ്ണമായിട്ട് എടുക്കുക, ഇത് വേറൊരെണ്ണമായിട്ട് എടുക്കുക. അപ്പോൾ ഇത് യു വി എന്നുള്ള റൂളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, ലിമിറ്റ് യു ഇൻറ്റു വി. നമുക്കറിയാം സെയിം ആസ് ലിമിറ്റ് യു ഇൻറ്റു ലിമിറ്റ് വി ആണെന്നറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അതുപോലെ തന്നെ എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 sin 2x divided by 5x into limit x tends to 0 cos x. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് സോൾവ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെന്താവും, ഇവിടെ നമുക്ക് sin 2x by 5x ആണ് ഉള്ളത്. ശരിക്കും നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് sin 2x by 2x ആണ്. അപ്പോൾ നമുക്ക് അത് 2x 5xന് ഈ 3/5നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3/5 എന്ന് പറഞ്ഞാൽ ഈ 3യും ഈ 5 അത് നമ്മൾ അവിടെ നിന്ന് മാറ്റും. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലിമിറ്റിൽ ഈ 3ക്കും 5-നൊന്നും ഈ ലിമിറ്റായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം വെച്ചാൽ എക്സ് എങ്ങോട്ട് 0-ലോട്ട് പോയാലും 3യും 5ഒക്കെ 3യും 5ഉം തന്നെ ഇരിക്കും. അപ്പോൾ 3/5 നമുക്ക് ലിമിറ്റിനെ പുറത്തെടുത്തിട്ട് ബാക്കി അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഏതിനാണ്, sin 2x ഡിവൈഡഡ് ബൈ, ഇവിടെ എക്സ് ഉണ്ട് ഓൾറെഡി, ഞാൻ എക്സിനെ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് sin 2x by 2x ആണ്. ആ 2 നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻറ്റു സെക്കൻഡ് പാർട്ട് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ cos 0 ആണ്. അപ്പോൾ cos 0 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് 3 divided by 5 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x by 2x. അതുപോലെ നമുക്ക് ഈ 2നും ഈ എക്സ് ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ആ 2 കൂടി നമുക്ക് പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇവിടെ ഇൻറ്റു 2 ഇവിടെ വരും. ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3/5 ഇൻറ്റു ലിമിറ്റ് ഇത് ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 3/5 ഇൻറ്റു 2 നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തെടുക്കാൻ പറ്റും. ഇൻറ്റു cos 0 1 ആണ്. അപ്പോൾ എന്തോ 3/5 ഇൻറ്റു 2 ഇൻറ്റു ഈ ലിമിറ്റ് ഇൻറ്റു ഈ 1 ഇല്ല, ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x by 2x അത് 1 ആണ് നമുക്കറിയാം. അപ്പോൾ ഇൻറ്റു 1. അപ്പോൾ നമ്മുടെ ആൻസർ ലാസ്റ്റ് 6 divided by 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x minus 1 divided by x square minus 1. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n divided by x minus a ആണെങ്കിൽ നമുക്കതിനെ n a raised to n minus 1 എഴുതാനാണ്. ഇവിടെ നമ്മൾക്കുള്ളത് നോക്കിയാൽ ഇവിടെ എക്ക് പകരം എക്ക് പകരം നമുക്ക് 1 ഉള്ളത്. സോ എ ഇസ് 1. അപ്പോൾ മേലില് ഈ എക്സിൻ്റെ എക്സ്പോണ്ട് n അത് മേലില് 1 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 റേസ് ടു 1 എഴുതാം. അപ്പോൾ ഇത് ഈ ഫോമിലായില്ലേ, എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 മൈനസ് എ റേസ് ടു എൻ 1 റേസ് ടു 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഇല്ല, നമുക്ക് താഴത്ത് എക്സ് മൈനസ് എ ഇല്ല ഇവിടെ, ആ എക്സ് മൈനസ് 1 നമ്മളിവിടെ ഇപ്പോൾ. അപ്പോൾ മേളിലത്തെ ന്യൂമറേറ്ററിനെ നമ്മൾ എക്സ് മൈനസ് 1 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി ഡിനോമിനേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ്. അപ്പോൾ ഈ കേസിൽ n 2 ആണ്, എ ഇപ്പോഴും 1 തന്നെയാണ്, n 2 ആണ്, എക്സ് സ്ക്വയർ 1 സ്ക്വയർ. ഇവിടെയും നമുക്ക് എക്സ് മൈനസ് 1 താഴത്ത് വേണം, അപ്പോൾ അതില്ല ഇവിടെ. അപ്പോൾ നമുക്കതിനെ എക്സ് മൈനസ് 1 താഴത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് ഈ ന്യൂമറേറ്ററിന് എക്സ് മൈനസ് 1 വെച്ച് ഡിവൈഡ് ചെയ്ത്, അതുപോലെ ഈ ഡിനോമിനേറ്ററിന് നമ്മൾ എക്സ് മൈനസ് 1 വെച്ച് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഈ സെയിം എക്സ് മൈനസ് 1 വെച്ച് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യു ബൈ വി ഫോമിലാണ്. അപ്പോൾ നോക്കിക്കോ, ഇത് യുവും ഡിവൈഡഡ് ബൈ വി ഫോമിലാണ്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ലിമിറ്റ് യു ബൈ വി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത്, ലിമിറ്റ് യു ബൈ വി ആണെങ്കിൽ അത് നമുക്ക് ലിമിറ്റ് യു ഡിവൈഡഡ് ബൈ ലിമിറ്റ് വിന്ന് എഴുതാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ലിമിറ്റിന് നമ്മുടെ ഈ ലിമിറ്റുണ്ട് 1. ഓക്കെ, ഈ ലിമിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 1 മൈനസ് 1 റേസ് ടു 1 ബൈ എക്സ് മൈനസ് 1. അത് 1 ആണ്, സോറി 1 അല്ല, എൻ എ റേസ് ടു എൻ മൈനസ് 1 ആണ്. അതുപോലെ താഴത്തും നമുക്ക് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ബൈ എക്സ് മൈനസ് 1. ഈ മേളിലത്തെ ലിമിറ്റ് ഇപ്പം നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഫോർമുല നമുക്ക് മേളിലത്തെയും താഴത്തെയും ലിമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മേളിൽ n 1 ആണ്, എയും 1 ആണ്. അപ്പോൾ n മൈനസ് 1 1 മൈനസ് 1 വരും. താഴത്ത് n 2 ആണ്, എ 1 ആണ്, റേസ് ടു n മൈനസ് 1 2 മൈനസ് 1 വരും. ഇത് 1 ഇൻറ്റു 1 റേസ് ടു 0 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 റേസ് ടു 1 അല്ലെങ്കിൽ 1 വരും. ഇത് 1 ഇൻറ്റു 1 റേസ് ടു 0 1 തന്നെയാണ്, 2 ഇൻറ്റു 1 2 ആണ്. സോ 1/2 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം.